അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഓണറിൻ്റെ ലാപ്ടോപ്പാണ്. കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ലോഗോയിൽ സ്റ്റക്ക്, സംടൈം ലോഗോ സ്റ്റക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഓണാക്കിയാൽ ഡിസ്പ്ലേ വരത്തില്ല. ക്യാപ്സ് ലോഗോ മാത്രം ഓൺ ആൻഡ് ഓഫ് ആവും. സംടൈം ഡിസ്പ്ലേ വരും. ഡിസ്പ്ലേ വന്നാൽ ഓണർ എന്ന് ലോഗോ കാണിച്ചിട്ട് അവിടെ സ്റ്റക്കാവും. ഇതാണ് കണ്ടീഷൻ. മോസ്റ്റ്ലി ഈ കംപ്ലൈൻറ്റ് വരാറ് ഇതിലുണ്ട് NVMe കംപ്ലൈൻ്റ് ആയാലാണ് അധികം വരാറ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് BRN G58. അപ്പോൾ എന്തായാലും ഇതൊന്ന് അയച്ച് ചെക്ക് ചെയ്യാം. ഇതാണ് കംപ്ലൈൻ്റ് എന്ന്. അപ്പോൾ NVMe ആയിരിക്കണം കംപ്ലൈൻറ്റ്. അപ്പോൾ ആദ്യം ബാറ്ററി റിമൂവ് ചെയ്യാം. ഏതൊരു വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുക. ബാറ്ററി ആണെങ്കിലും ഔട്ട്പുട്ട് പവർ ആണെങ്കിലും അഡാപ്റ്റർ ആണെങ്കിലും ഡിസ്കണക്ട് ചെയ്യുക. അതാണ് സേഫ്റ്റി. അപ്പോൾ ഇത് ബ്രോക്കണാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ബാറ്ററി റിമൂവ് ചെയ്യാൻ ശേഷം NVMe ഒന്ന് ഇടാം. NVMe ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോഗോ വന്നിട്ടുണ്ട്. ഓക്കെ, വിൻഡോസിൽ കയറുന്നുണ്ട്. ഓക്കെ, ഇത് ഇപ്പോൾ ഇതിൽ ഇട്ടത് ചെക്കിങ് NVMe ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ NVMe ഷോർട്ട്. നല്ല ഹീറ്റുണ്ട്. അപ്പോൾ NVMe ഷോർട്ടാണ്. അപ്പോൾ ഓർക്കുക, ഈ മോഡലിൽ ഡിസ്പ്ലേ ബ്ലാക്ക് ആയാലോ അല്ലെങ്കിൽ ലോഗോയിൽ സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കാരണം. NVMe ഷോർട്ട്. i5 13th ജനറേഷൻ. അപ്പോൾ ഓക്കെ, ഇതായിരുന്നു കംപ്ലൈൻറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.